ഇപ്പൊ കാരകൻ എന്ന് പറയുന്നത് അത്ര വിപുലമായ ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് പിന്നെ കാരകൻ ഭാവത്തിൽ നിൽക്കുന്നത് ദോഷമാണ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കൂടിയുണ്ട്. ഭാവനാശായ എന്നുള്ള അതും ജാതകശാസ്ത്രത്തിലെ ഒരു പ്രധാന നിയമമാണ്. അപ്പൊ കാരകൻ ഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് അത് ഭാവവും ഭാവാധിപനും ഒക്കെ തമ്മിലുള്ള ബന്ധം മാത്രം നിശ്ചയിച്ചിട്ട് വേണം നിർണയിക്കാൻ. അല്ലാതെ ഒറ്റയടിക്ക് ഇപ്പം ഏഴാം ഭാവത്തിന്റെ കാരകത്വം ശുക്രനാണ്. അദ്ദേഹം ഏഴാം ഭാവാധിപനായിട്ട് ഭാവത്തിൽ നിന്നാലോ ഗുണമാണ്. ആ ഗുണം എങ്ങനെ പറഞ്ഞു? പഞ്ചമഹാപുരുഷ യോഗങ്ങളിലെ ഒരു യോഗമായിട്ട് പറഞ്ഞു, മാളവി യോഗമായിട്ട് പറഞ്ഞു. അപ്പൊ അവിടെ അധിപൻ അഥവാ കാരകൻ ഭാവനാശത്തിന്റെ സാധനമാണോ? ഇല്ല, ഭാവപുഷ്ടിക്ക് മാത്രം. ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഭാവത്തിൽ നിൽക്കുന്നത് ഭാവപുഷ്ടിയുടെ കാര്യമാണെങ്കിൽ അത് കാരകനും കൂടിയായിട്ടുള്ള ഭാവാധിപനാണെങ്കിൽ ഗുണമാണ്. എല്ലാ ഗ്രഹങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ചില സവിശേഷതകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സാർവത്രികമായിട്ട് യോയോ ഭാവപ്രഭുണായുക്തോ, യാതൊരു ഭാവത്തിന്റെ പ്രഭുവാണോ ആ ഭാവത്തിൽ യുക്തനോ ദൃഷ്ടനോ ആകുന്നത് അവിടേക്ക് ഗുരു ശുക്രന്മാരുടെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന സമയത്ത് ഈ വിഷയങ്ങളെ മാറ്റി അല്ലാത്ത വിഷയത്തിൽ വരുമ്പോ ഭാവാധിപതിക്ക് അഥവാ ഭാവത്തിന് ശ്രേഷ്ഠമല്ലാത്ത കാരകൻ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് എന്ത് വരിക? ഈ കാരകൻ ഭാവത്തിന്റെ നാശത്തിന്റെ കാരണമായി തീരും എന്ന് പറയാൻ കാരണം 12ാം ഭാവാത്മനായിട്ട് 9ൽ നിൽക്കുന്ന ഗ്രഹം പിതാവിന് നാശാണോ ചെയ്യുക? ഇദ്ദേഹത്തിന്റെ ഭാഗ്യത്തിന് നാശാണോ ചെയ്യുക? ഭാഗ്യത്തിന് നാശാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ജാതകം എന്ന് പറയുന്ന കാരകനെ കൊണ്ട് മാത്രം നിർണയിക്കാൻ സാധ്യമല്ലാത്ത. അവിടെ 9ാം ഭാവവും ഭാവത്തിന്റെ പുഷ്ടിയും ഭാവാധിപന്റെ ഇഷ്ടാനിഷ്ടയും കൂടെ നോക്കുമ്പോൾ വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാവും അത് ആ ഭാവത്തിനാണോ അഥവാ പിതാവിലേക്കാണോ നാശത്തിനായിട്ട് കാരണമായി തീരുക എന്ന് പറയേണ്ടി വരും. വളരെ സങ്കീർണമായുള്ള സബ്ജക്റ്റ് ആണത്. പക്ഷെ അത് ഓരോ ഭാഗവും നമ്മൾക്ക് കൃത്യമായിട്ടും മാറ്റി മാറ്റി വെച്ചിട്ട് സമന്വയിപ്പിച്ച് ചിന്തിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണത വരിക. അസന്തതി കുളീരസ്ഥ എന്നൊക്കെ പറഞ്ഞ വിഷയം പറഞ്ഞു കാണുന്നുണ്ട്. അതെ, അത് വിശേഷ യോഗങ്ങൾ, വിശേഷ മൃഗമത്സ്യതേ ജീവേ പുത്രസ്ഥേ പുത്രശോക ഭാഗവതി എന്ന് പറഞ്ഞു. അവിടെ പുത്രൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. പുത്രശോകഭാ, പുത്ര ദുഃഖം അനുഭവിക്കും. അല്ല, പുത്രഭ എന്ന് തന്നെയായിരിക്കും. പുത്രശോകം എന്ന് പറഞ്ഞാൽ പുത്രനാശം കൊണ്ടും ആവാം. പക്ഷേ അത് വിശേഷ നിയമങ്ങളാണ്. അത്തരത്തിലുള്ള ചില വിശേഷ നിയമങ്ങളുടെ കാരണം എന്ത് എന്ന് ശാസ്ത്രത്തിന്റെ നിർമ്മിതിയിൽ തന്നെ ഉണ്ടാക്കി വെച്ചതായിരിക്കും. ഇപ്പൊ ഭാര്യാനാശത്തിന് വ്യാഴം കാരണമാണ് എന്ന് പറയുന്നതില്ലേ, വ്യാഴം എന്തുകൊണ്ട് ഭാര്യാനാശത്തിന് കാരണമായി ചോദിക്കാനുള്ള നിയമമില്ല. അത് ശാസ്ത്രത്തിന്റെ നിർമ്മിതിയിലെ വിശേഷ നിയമങ്ങൾ എന്ന് പറയുന്ന ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. സംശയം കൂടെ ഈ സൂര്യാഗ്രഹങ്ങൾക്ക് കാരകത്വം പറയുന്നുണ്ടല്ലോ, അതിൽ ആത്മകാരത്വം, മനോകാരത്വം, സത്വകാരത്വം. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ശരിക്കും പ്രഭാവം ഉണ്ടാക്കുന്നത്? അവരുടെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തിയിട്ട് എങ്ങനെയൊക്കെയാണ് സ്വാധീനം ശരിക്കും ചെലുത്തുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. സ്വാധീനമായിട്ട് മനസ്സിലാക്കരുത്. ഞാൻ പറഞ്ഞ പോലെ അത് ആ വ്യക്തി ജനിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയിൽ നൈസർഗികമായ ആത്മീയമായ ഗുണങ്ങളായിട്ട് വർത്തിക്കുന്ന കാര്യങ്ങളാണ് കാരകത്വം. അത് വ്യക്തി ജനിക്കുന്ന സമയത്ത് റൊമാൻസ് എന്ന് പറയുന്ന കാൽപ്പനികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അത് സൗന്ദര്യത്തിലായിരിക്കും കാൽപ്പനികത ഉണ്ടാവും.
ചിലർക്ക് സാഹിത്യ വിഷയങ്ങളിലായിരിക്കും, ചിലർക്ക് ലൈംഗികതയിലായിരിക്കും. അല്ലെ, ശ്രദ്ധിച്ചു നോക്കിയില്ലേ? ഇപ്പം നല്ല ശ്രേഷ്ഠമായ കാവ്യങ്ങൾ എഴുതുന്ന കവി അദ്ദേഹത്തിന്റെ വ്യക്തിഗതമായിട്ടുണ്ടാവുന്ന വിവാഹ ജീവിതത്തിൽ പരാജിതനായിരിക്കും. അല്ലെ, അനുഭവത്തിൽ ശ്രദ്ധിച്ചു നോക്കട്ടു. അദ്ദേഹത്തിന്റെ കാൽപ്പനികത എന്ന് പറഞ്ഞാൽ എത്രയോ കോടിക്കണക്കിന് ഉയർച്ചയിലുള്ളതായിരിക്കും. പക്ഷേ അതിന്റെ ഭൗതികമായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും പരാജയമായിരിക്കും. അതിന്റെ അർത്ഥം അദ്ദേഹം കാൽപ്പനികത ഇല്ലാത്ത ആളാണെന്നാണോ? അപ്പം വ്യത്യസ്തങ്ങളായിട്ടുണ്ടാവുന്ന ഈ കാൽപ്പനിക ഭാവനകളാണ് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ശരിയായ ദിശാബോധത്തോടുകൂടെ നയിക്കുന്നത്. ആ കാൽപ്പനിക ബോധം ഉണ്ടാക്കുന്ന ഭാവനകൾ അനുഭവങ്ങളാവണം എന്നുള്ള ദൃഢവിശ്വാസത്തോടുകൂടെ ജീവിക്കുന്ന വ്യക്തി എന്തായിത്തീരുന്നു? ജീവിതത്തിന്റെ രണ്ട് തലങ്ങളിലും, ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും പൂർണ്ണമായ വിജയത്തിലേക്ക് പോകുന്നു. അല്ലാത്തവര് ഭൗതിക തലത്തിൽ വിജയിക്കാം, ആത്മീയ തലത്തിൽ പരാജയപ്പെടാം. അഥവാ ആത്മീയ തലത്തിൽ അവര് വിജയിക്കുമ്പോൾ ഭൗതിക തലത്തിൽ പരാജയപ്പെടാം. ഇവിടെ നമുക്ക് ഇപ്പൊ കാൽപ്പനികത എന്ന് പറയുന്നത് ശുക്രന്റെ കാരകത്വം മാത്രം എടുത്തു നോക്കുക. നല്ല അഭിനയചേഷ്ട, അഭിനയത്തിന്റെ പൂർണ്ണതയുള്ള കലാകാരനാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വൈവാഹിക ജീവിതം പരാജയമായിട്ട് കാണുന്നുണ്ട്. മിക്കവാറും സാംസ്കാരിക രംഗങ്ങളിൽ ജീവിക്കുന്നവരുടെ വൈവാഹിക വിഷയത്തിൽ അനവധി പ്രശ്നങ്ങൾ കാണാറുണ്ട്. കാരണം എന്താ? ഇവരുടെ കാൽപ്പനികത മുഴുവനും എന്താണ്? അഭിനയത്തിലാണ്. അതിന്റെ അനുഭവത്തിൽ അത് കേവലം പ്രകടമാക്കാൻ സാധിക്കാതെ അതിന്റെ അഭിനയത്തിൽ മാത്രം അവരതിൽ വിജയിക്കുകയും ചെയ്യുമ്പോൾ എന്തായിത്തീരുന്നു? അത് അവരുടെ ആത്മീയ ജീവിതത്തിൽ പരാജയവും, കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം മഹാവിജയവും ആയിരിക്കും. അഭിനേതാക്കൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. നല്ല അഭിനേതാവാണ്, നല്ല അനുഭവമുണ്ട് എന്ന് പറയുമ്പോഴാണ് അവര് പരിപൂർണ വിജയമായി തീരുന്നത്. അവർ നല്ല അഭിനേതാക്കളാണ്, നല്ല ജീവിതാനുഭവവും അവരെ സംബന്ധിച്ചോളം ദാമ്പത്യ ജീവിതത്തിൽ അവര് പൂർണ്ണ വിജയമാണ്. അവരുടെ അഭിനയത്തിലും അവര് വിജയമാണെങ്കിൽ അവരുടെ അഭിനയം മാത്രമല്ല, അനുഭവത്തിലും അവരുടെ സങ്കല്പങ്ങളെ അവര് സാക്ഷാത്കരിക്കുന്നു. അപ്പൊ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സങ്കല്പങ്ങളാണ് കാരകത്വം എന്ന് പറയുന്ന ഈ ജ്യോതിശാസ്ത്ര വിഷയത്തിന്റെ പ്രമാണമെങ്കിൽ ആ അനുഭവമായിട്ടും നമ്മളുടെ സങ്കല്പങ്ങളെ വ്യക്തമായിട്ടും അനുഭവത്തിലേക്ക് വരുത്തിക്കുന്നതാണ് ജീവിതത്തിലെ അനുഭവങ്ങൾ. അവിടെയാണ് ഇതിന്റെ വ്യത്യാസം. അത് നമ്മളാണ് ഏറ്റവും സൂക്ഷ്മമായ രൂപത്തിൽ മനസ്സിലാക്കുന്നത്. കർമ്മത്തിനൊരു കാരകത്വം കൽപ്പിക്കാൻ പിന്നെന്താ? ഏത് ഗ്രഹത്തിനായിരിക്കും അത് കർമ്മത്തിന് കാരകത്വം? ഭാവത്തിലാണോ ചോദിക്കുന്നത്? അല്ല, ഒരു വ്യക്തിയുടെ ജാതകത്തിൽ നോക്കിയിട്ട് ഇന്ന കർമ്മമായിരിക്കും എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ജാതകത്തിലെ ഗ്രഹസ്ഥിതിക്ക് അനുസരിച്ചുള്ള കർമ്മവും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കർമ്മവും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് പ്രകടമാവുന്നത് ഒരു പക്ഷെ അതിൽ സക്സസ് ആവുമായിരിക്കാം. അപ്പൊ നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റുക അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ടാവില്ലേ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയെക്കാളും? അതെ 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 തീർച്ചയായിട്ടും. ഇത് കുറച്ചൊന്ന് കൂടുതലായിട്ടും നമ്മൾ അതിനെപ്പറ്റി വിശദീകരിക്കേണ്ടത്. ഇതില് കേവലം കർമാജീവം എന്ന് പറയുന്ന ഒരു വിഷയത്തെ മാത്രം ആയിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തി ഞാൻ ക്ലാസ് എടുക്കുന്നു, ഞാൻ ഒരാള് പറഞ്ഞിട്ട് ക്ലാസ് എടുക്കുവാണ്, ഞാൻ ധനത്തിന് വേണ്ടി ക്ലാസ് എടുക്കുവാണ് എന്ന് പറയുന്നതും ഞാൻ എനിക്ക് വേണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഞാൻ സ്പീച്ച് ചെയ്യാണ് എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം അല്ലെ? അവിടെ കാരകത്വം എന്ന് പറയുന്നത് ലഗ്നത്തിനാണ്.
ലഗ്നത്തിന്റെ പൂർണ്ണാപേക്ഷയ്ക്ക് അനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ കർമ്മത്തിന്റെ വിഷയം. നമ്മള് ധനം കൊണ്ട് കർമ്മത്തിന്റെ അപേക്ഷ ഒരു വിഷയത്തിൽ പഠിച്ചു. ധനസ്യ കർമ്മസാപേക്ഷത്വ എന്ന് പഠിച്ചു. അപ്പോ ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മത്തിന്റെ ഉപലബ്ധമായിട്ടുള്ള പദാർത്ഥമായതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്. അപ്പൊ 10ാം ഭാവത്തിന്റെ കാരകത്വത്തിൽ പറയപ്പെടുന്ന ആദിത്യൻ ഏതിന്റെ കാരകത്വ? ആത്മപ്രഭാവത്തിന്റെ കാരകത്വം. അപ്പം ആത്മപ്രഭാവത്തിന്റെ കാരകത്വമായിട്ടുള്ള സൂര്യന്റെ ഏത് തരത്തിലുള്ള വിഷയമാണോ, ഇപ്പം ഇതിനേക്കാളും നല്ലൊരു സബ്ജക്ട്, ഇതിനേക്കാളും എളുപ്പത്തിൽ മനസ്സിലാവാം, ആ ജാതകത്തിൽ ഏറ്റവും പ്രകടമായ കാരകഗ്രഹം ഏതാണോ ആ കാരകഗ്രഹത്തിന് തത്തുല്യമായ പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്യുന്നത് എങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായ അനുഭവത്തിലായിരിക്കും ഉണ്ടാവുക. ഈ ശനിക്ക് ദാസമ്പത്യാദി കാരകത്വം ഒക്കെ പറഞ്ഞതുകൊണ്ട് ഈ കർമ്മത്തിന്റെ കാരകത്വം ശനിക്ക് കാരകത്വം ഇല്ല, കർമ്മത്തിന്റെ കാരകത്വം ഇല്ല. അദ്ദേഹത്തിന് ഒരു പിയൂണ്ട ജോലി കിട്ടി എന്ന് വയ്ക്കുക, അദ്ദേഹത്തിന് കർമാധിപനായിട്ടുള്ള ഗ്രഹം ശനിയാണ്. ആ ശനി ജാതകത്തിൽ കേവലം ഇഷ്ടസ്ഥനുമാണ് എങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ജോലി പിയൂണ്ട ജോലിയാണെങ്കിൽ അത് പ്രധാനമന്ത്രി പദത്തിലിരുന്ന് അദ്ദേഹം രാജ്യം ഭരിക്കുന്ന അതേ സംതൃപ്തിയോടുകൂടെ അദ്ദേഹം പിയൂണ്ട ജോലി ചെയ്യും. അദ്ദേഹം സംതൃപ്തനായിരിക്കും. അതേ സമയത്ത് അദ്ദേഹത്തിന് യാതൊരു തരത്തിലും ഈ കർമ്മ വിഷയത്തിൽ ഈ ശനിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് വെക്കുക. അവിടെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ജോലി പിയൂണ്ട ജോലിയാണെങ്കിൽ അത് നരകയാതനയോടുകൂടിയായിരിക്കും അദ്ദേഹം ചെയ്തത്. അല്ല, കർമാധിപന്റെ അനിഷ്ടതയെ കൊണ്ട് മാത്രമല്ല, മൊത്തത്തിൽ ജാതകത്തിന്റെ കാരക വിഷയത്തിലുള്ള ഗ്രഹങ്ങൾ കർമ്മത്തിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടുകൂടെ ആയിരിക്കും അത് മനസ്സിലാക്കേണ്ടത്. ആയിട്ടോ ഏതെല്ലാം തരത്തിൽ പൂർണ്ണമായ ബന്ധങ്ങളുണ്ടോ അദ്ദേഹം ചെയ്യുന്ന ജോലി സംഗീത സാഹിത്യാദി ജ്ഞാനത്തിന്റെ ഏതെങ്കിലും പ്രകടമായ ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നതെങ്കിൽ, കലാ സാംസ്കാരിക രംഗത്തോ ഇനിയിപ്പോ ഒന്നുമല്ല ശ്രേഷ്ഠമായ വ്യാപാര രംഗത്തോ ആണ് അദ്ദേഹം ജോലി ചെയ്യുന്നതെങ്കിൽ അത് അദ്ദേഹം ആസ്വദിക്കണം എന്ന് പറയുന്നത് ലഗ്നവുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. ഞാൻ ഏത് കോഴ്സ് എടുക്കണം എന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് ലീഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഏതായിരിക്കും? കർമ്മത്തിന്റെ അധിപതിയുടെ നവാംശക വൃത്തിയെ കൊണ്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നു. പക്ഷേ അവിടെ നമ്മൾ ഉപദേശിക്കേണ്ട സമയത്ത് അദ്ദേഹത്തിന് ആ തരത്തിലുള്ള പ്രവൃത്തി അദ്ദേഹത്തിന് അനുഭവത്തിൽ ആസ്വാദനം ഉണ്ടോ എന്ന് കൂടെ നോക്കിയിട്ട് വേണം. ചോദിച്ചിട്ട് വേണമെന്നാണോ നമ്മൾ നോക്കിയിട്ട് വേണം അത് പറയാൻ. നമ്മള് ആ കുട്ടിക്ക് അറിയില്ലല്ലോ ആസ്വാദനത്തിന്റെ വിഷയം. ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ആ കുട്ടിക്ക് ആസ്വാദനത്തിന്റെ വിഷയം അറിയില്ല. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് ലഗ്നമായിട്ടോ ലഗ്നാധിപനായിട്ടോ ഈ കർമാധിപന് ഏത് തരത്തിലുള്ള ശ്രേഷ്ഠമായ ബന്ധങ്ങളാണോ ഉള്ളത് എന്ന് നോക്കി ആ ബന്ധത്തിനനുസരിച്ച് ഇപ്പൊ 10ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനെ കൊണ്ട് ലോകത്തിൽ ഏതെല്ലാം തരത്തിൽ പ്രവൃത്തി വിശേഷം പറയാമോ അതിൽ ഏത് തരത്തിലുള്ള പ്രവൃത്തിയാണോ ഈ കുട്ടിക്ക് ആസ്വാദനമായി തീരുന്നത് അത് ഉപദേശിച്ചു കൊടുക്കണം. അതാണ് ജ്യോതിശാസ്ത്രം.